ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഐറ്റം. ഐറ്റം അങ്ങോട്ട് തിരിഞ്ഞിപ്പോൾ ഉണ്ട്. ഇതാണ് റോൾ ഓഫ് മാക്കി. ഇവനൊരു തടിമാടനാണ് കേട്ടോ. പന്ന ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് ഇവിടെ വന്ന ചെസ്റ്റർ സൂ. ഞങ്ങൾ തിരക്കൊക്കെ കുറവാണെന്ന് വിചാരിച്ച് പതുക്കെ വരുന്നതാണ്. പക്ഷെ നോക്കിയാൽ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ വണ്ടികളുടെ ഒരു വളരെ നീണ്ട നിര കാണാം അല്ലേ? നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അറൈവ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഞങ്ങൾ എത്തി ആക്ച്വലി അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ്. പാർക്കിങ്ങിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പം ഇന്ന് ഹോളിഡേ പാസ് ആണ്. പക്ഷെ ഇച്ചിരി ലേറ്റായി, 11:10. പക്ഷെ നമുക്ക് വൈകുന്നേരം വരെ നിൽക്കാം. എന്തൊക്കെയോ പുതിയ മൃഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പം മൃഗങ്ങളെ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ സൂവും കാര്യങ്ങളും. നമ്മുടെ ആനയുണ്ട്, പിന്നെ കടുവയുണ്ട്. അത് മാത്രമുള്ളതെന്ന് തോന്നുന്നു ഇന്ത്യനായിട്ടുള്ളത്. പിന്നെ ഞങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ? അപ്പോൾ നമ്മൾ പാർക്കിംഗ് തപ്പിയുള്ള യാത്രയിലാണ്. നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതുവഴിയാണ് എല്ലാ വണ്ടി എൻട്രി ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതുവഴിയാണ് വിടുന്നത്. നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുവഴി കയറി പോകാനാണ് പറഞ്ഞാൽ അവിടെ നിന്ന് വിട്ടേ. ഇതെല്ലാം പാർക്കിങ്ങിലോട്ടുള്ള വണ്ടികളാണ് കേട്ടോ. യൂഷ്വലി ഇവിടെയൊക്കെ വണ്ടി ഇടാറുള്ളതാണ്. സോൺ ഡി ഒക്കെ ഉണ്ടല്ലേ? രണ്ടായിരിക്കുന്ന മോയല്ല. ഇവിടെയൊക്കെ വണ്ടി ഇടാറുള്ളതാണ്. ഓരോ സോൺ കണ്ടല്ലേ? സോൺ ഡി, സോൺ സി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പണ്ടല്ല, ഇപ്പോഴും ഇടുമായിരിക്കും, തിരക്കനുസരിച്ചിട്ടായിരിക്കും. ഓ വാവ്, നമ്മൾ പാർക്കിങ്ങിലെത്തി. അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ അകത്തും. അപ്പം നല്ല തിരക്കായിരിക്കും. നമുക്ക് പിന്നെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ ഓരോന്നോരോന്നായിട്ട് കണ്ട് തിരക്കൊഴിയുന്നതനുസരിച്ച് കണ്ട് പോവാം. ഒരു ഗ്രൗണ്ട് നിറയെ വണ്ടികളുണ്ട് കേട്ടോ. ഈ വണ്ടികളിലുള്ള സകല ആൾക്കാരും പാർക്കിനകത്തും കാണും. നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് സോൺ ബി. നമ്മളൊക്കെ തോന്നുന്നു സോൺ ബിയിലാണെന്ന് തോന്നുന്നു വണ്ടി ഇടേണ്ടത്. ഡിക്ക് ഡോഗ്. ഡി അപ്പർ സൈഡ്. ഡോഗ് അല്ലടാ, അത് ഫോക്സ് പോലത്തെ സാധനം തോന്നുന്നു. അത് ക്ലിയർ ആയിട്ട് കാണത്തില്ല. അതിൻ്റെ അവിടെ ആയിട്ടൊരു ബോർഡുണ്ട് അതിൻ്റെ സോൺ ഡിയുടെ. ഇതിപ്പോൾ നമ്മൾ സോൺ ബി. അപ്പം നമ്മൾ വണ്ടി ഒതുക്കി കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാം. പറഞ്ഞാൽ ഇവിടെ ഇടാ ഉറക്കെ പറഞ്ഞാലല്ലേ കേൾക്കുള്ളൂ. ഞങ്ങളിതിൻ്റെ എൻട്രൻസിലെത്തി. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് പോവുക, ടിക്കറ്റ് കാണിക്കുക, അകത്ത് കയറുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ അല്ലേ? അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിലെ എൻട്രൻസ് ഒന്നും വലിയ ആഡംബരം കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ കുറേ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ അവിടെ പോയി കാണിച്ചങ്ങ് കയറിയാൽ മതി അല്ലേ കുഞ്ഞെ? അപ്പോൾ നമ്മൾ പാർക്കിനകത്ത് കയറി. ഇനിയിപ്പം ഇവിടെ നമ്മുടെ മാനസ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഹോം ഓഫ് ഏഷ്യൻ എലിഫൻസ് ഉണ്ട്. അവിടെ നമുക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്, അവനെ കാണിക്കാം കേട്ടോ. രണ്ടുപേരുണ്ടോ? കാണിക്കാമേ. കാണാൻ പറ്റോടാ? ഇവിടെ നിന്ന് കാണത്തില്ല. നമുക്ക് അപ്പുറത്തുനിന്ന് കാണിക്കാം കേട്ടോ. നമുക്ക് അവിടെ പോയാൽ ക്ലിയർ ആയിട്ട് കാണാതിരിക്കും. ഇവിടെ ഇതിൻ്റെ കൂടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ എവിടെയൊക്കെയുണ്ട്, അതിനെ കുളിക്കാനുള്ള സംഭവങ്ങൾ. നമ്മളിവിടെ നിൽക്കുന്നത് കണ്ടോ? അവനോട് നിൽപ്പുണ്ട്. പിന്നെ അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അല്ലട വന്നാ ഡോറിന് നിൽക്കുന്നു. ഇത് സത്യത്തിൽ നമുക്ക് സൂവിലോട്ട് കയറുന്നതിനും താഴെ അത് കിടങ്ങ് പോലത്തെ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാതിരിക്കാനുള്ളതാണ്.
ആ ഇത് നമുക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇത് കാണാം. അതുകൊണ്ട് കഴിക്കുന്ന നോക്കി. ആ ദമയന്തിയൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് കയറിയിട്ട് വേണേലും കാണാമെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോകുന്നോ? ഞാൻ വിൽ ബി അങ്ങോട്ടൊക്കെ പോന്നോ? അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഇച്ചിരി കൂടെ അടുത്ത് കാണാൻ തോന്നുന്നു. നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ നമ്മൾ ഇതിനകത്ത് കയറിയായിരുന്നല്ലേ. എലിഫൻസ് ക്യാൻ ബി വെരി ഡേഞ്ചറസ്. കണ്ടോ? പിന്നെ ഡു നോട്ട് ക്രോസ് ദ ബാരിയർ. എലിഫൻസ് ഡേഞ്ചറസ് ആണ്. ആരോടാ പറയുന്നേ? ബാബ ബന്ധു വാച്ച് ടവർ. എന്ത് വാച്ച് ടവർ? ഇതാണോ വാച്ച് ടവർ? അല്ലല്ലോ, ഇത് മണ്ടയ്ക്കോട്ട് കയറുന്നതാണല്ലോ വാച്ച് ടവർ എന്ന് വെച്ചിരിക്കുന്നത്. മുകളിലോട്ട് കയറുന്നതുണ്ട്. ദിസ് മീൻസ് ബാബ ബന്ധു എന്ന് പറയുന്നത് അറിയാം. ഫ്രണ്ട്സ് ഓഫ് എലിഫൻസ്. ആ ഏതാ നേരെ നിൽക്കുന്നു? അവനിങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെ കേട്ടോ. കല്ലൊന്നുമില്ല, അറിയാം, പേടിക്കണ്ട. അതുകൊണ്ട് അടുത്ത് നടന്നു പോകുന്നുണ്ട്. ഇത് നമുക്ക് മിക്കവാറും ഇവൻ്റെ ഒരു തടിമാടനാണ് കേട്ടോ. പൊന്നാ അവൻ്റെ ബോഡി ഷേപ്പ് കണ്ടിട്ട് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ബോഡി ഷേപ്പ് പോലല്ലേ അല്ലേ? ആ നമുക്കിത് 2 വീഡിയോക്കുള്ളത് കാണും അല്ലേ ചക്കരെ? മിക്കവാറും. എന്തേ അത് അപ്പുറ സൈഡിലാണോ? നമ്മൾ അങ്ങോട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ. പേടിക്കാതെ. ആ അത് പൂട്ടിട്ട് വെച്ചേക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് അകത്ത് കയറാൻ. ഇത് ടിക്കറ്റ് കാണുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ നമ്മൾ ടിക്കറ്റ് കാണിച്ചില്ലല്ലോ. ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അകത്തൊന്ന് കാണിക്കാം. കൊളംബിയൻ ബ്ലാക്ക് സ്പൈഡർ മങ്കി അതാണ് എഴുതിയേക്കുന്നത് ഇവിടെ. ഇതാണ് റോൾ ഓഫ് ദി മങ്കി. അങ്ങോട്ട് പോടാ. അതുണ്ടോ? അങ്ങ് പോയി കേട്ടോ. പേര് മലയാളം അറിയാം നിനക്ക്? സിംഹവാലൻ. പിന്നെ നാറ്റോട്ടെ ഇവിടെ. ഈ പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത പോലെ നാറ്റോ. That's what I said. ഇവനെ എവിടെ കണ്ടിട്ടുള്ളതെന്നറിയാം പൊന്ന? ലയൺ കിങ്ങിനകത്തുണ്ടല്ലേ? കൊള്ളാം കേട്ടോ. നമ്മുടെ ചെമ്പരത്തിപ്പൂവ് ആർക്കെങ്കിലും ചെവി വെക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ ഇവിടെ. അതാണ് എൻ്റെ പേര്. കണ്ടുപിടിച്ചു കേട്ടോ അവള് പോയി അവൻ്റെ പേരൊക്കെ. അവിടെ നമ്മുടെ ഐറ്റം അങ്ങോട്ട് തിരിഞ്ഞിപ്പോൾ ഉണ്ട്. എന്നാ സൈസാണ് കണ്ടു? അതാണ് പറയുന്നത്. ഇതിനെ പോലെ തൊലിക്കട്ടിയുള്ളവരാണ് ആണെന്ന് പറയും. ആരാണ് ആർക്കാണ് ഇതുപോലെ തൊലിക്കട്ടിയുള്ളവരെന്ന് പറയുവാണെങ്കിൽ സമ്മാനം കൊടുക്കാം അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഗീവ് അവേ രണ്ടോടത്ത് നോക്കുന്നുണ്ടോ? നീ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് നീ എന്നെ ജയിലിൽ കയറ്റില്ല കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ അപ്പൊ മെയിലില്ലേ ഇതിനകത്ത്? കൊമ്പളൊന്നും ഇല്ലല്ലോ. ആയിരിക്കും, എവിടെയെങ്കിലും ഒളിച്ചിരിക്കുമായിരിക്കും. അപ്പൊ നമുക്ക് ഇതുവഴി കറങ്ങി മറ്റേ അതുവഴി പോയിട്ട് അപ്പുറത്തോട്ട് കറങ്ങി വരാം. ഓക്കെ, അകത്തുനിന്ന് പുറത്തിറങ്ങി ഇപ്പുറത്തോട് വന്നപ്പോണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ ഒരു സിംഹവാലനല്ലേ പിന്നെ അത് അതുകൊണ്ടിരിക്കുന്ന ജനലിൽ കൂടെ പുറത്തോട്ട് വള്ളിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? പുറത്തോട്ട് നോക്കി ഇരിക്കുക ആശ.
ഏതാടാ? അതെന്തോ ഒരു കിളി. അപ്പോൾ നമുക്ക് ഇതുവഴി പോയിട്ട് ഇവിടെ എന്തോ ഒരു ബേറിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കത് വായിക്കാൻ എന്താടാ അതിൻ്റെ പേര്? ഞാൻ വായിച്ചു കഴിഞ്ഞാൽ വേറെ വല്ല ബേറും ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് വായിക്കുന്നില്ല. തൽക്കാലം പൊന്ന വായിച്ച് നമ്മൾ സായുജ്യം അടയാം. ഹായ്, നല്ല മൃഗം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണാം അതിനകത്ത്. സീ യുവർ സെൽഫ് ഇൻ ഹാർട്ട് ഓഫ് ആഫ്രിക്ക. ഞങ്ങൾ രണ്ടുപേരും ഹാർട്ട് ഓഫ് ആഫ്രിക്കയിൽ വന്നിട്ടുണ്ട് അല്ലേ? ഇത് ഈ വള്ളിയെ തൂങ്ങി ആടാനുള്ള സെറ്റപ്പാണ് കേട്ടോ. ഇത് സ്ലോത്തിന് ഇതുപോലെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാ. ഇതെന്തോടാ സാധനം? ഫ്ലമിംഗോ ഫെദേഴ്സ് ആൻഡ് നെസ്റ്റ് കം ബാക്ക് സൂൺ. കം ബാക്ക് സൂൺ എന്ന് എഴുതിയിരിക്കുന്നത്. ഒരാളുടെ ഇവിടെ ഫെദർ ഒറിജിനൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ബേബി ഫ്ലമിംഗോസ്. ഇതാണ് കേട്ടോ പൊന്ന പറഞ്ഞ പേര്. ഐലൻഡ്സ് എക്സിറ്റ്. നമ്മൾ എക്സിറ്റ് അല്ല, നമ്മൾ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എക്സിറ്റ് ഒന്നും ഇല്ല. നോക്കിയാടാ, കുരങ്ങല്ലേ? വാല് നോക്കി, ഇലയുടെ തൊട്ട് വാല്. ഇങ്ങനൊരു സാധനം. എല്ലാം കാണത്തില്ല, അതാ നമ്മൾ കണ്ടത് ഇപ്പൊ. ഗോൾഡൻ ഹെഡഡ് ലയൺ ടാമറിൻ. That's me last night. It's just super zombie. It always. You'll sleep on the floor, bro. I'm not sleeping on the floor. Too bad. വീണ്ടും മാപ്പ് നോക്കേണ്ട അവസ്ഥയായി. നമ്മളിപ്പം എഫിലായി കേട്ടോ. എഫ്. ഓ എഫ് ഹിയർ. അപ്പോൾ നമുക്കിനിയും അങ്ങോട്ട് പോകാം. അതുകൊണ്ട് ഇവിടെ മെനാഡോ ഈ സ്ഥലത്ത് പോവാം. ഈ കിളികളുടെയൊക്കെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതുവഴി കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിട്ട് ബാറ്റിനെ കൂടെ കണ്ടിട്ട് ഇങ്ങനെ വന്ന് അത് വഴി നോക്ക് നീ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോവാം. ഓക്കെ, ഡ്രാഗൺസ് ഒക്കെ കാണാൻ അറിയത്തില്ല, നോക്കാൻ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറാൻ പോവാം. ഇവിടുന്ന് അങ്ങോട്ട് കിളികളാണെന്നാണ് തോന്നുന്നത്. അകത്ത് കയറിയാലേ അറിയുള്ളൂ എന്തുവാന്നല്ലേ പറഞ്ഞ. നമ്മൾ ഐലൻഡ്സിലോട്ട് പോട്ടോ. ഐലൻഡ്സിൽ പോയിട്ട് എങ്ങോട്ടോ എൻട്രൻസ് എന്താ നോക്കട അതിനകത്ത്. ബാലി ടെമ്പിൾ, സൺബേ ടണൽ. എൻട്രൻസ് ഇങ്ങനെ പോയി നമുക്ക് കറങ്ങി വന്ന് എക്സിറ്റിന് അതുവഴി വരാം. ഓക്കെ, എനിവേ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇവിടെ റൈറ്റ് സൈഡിൽ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതെന്താ ഇവിടെ എഴുതിയേക്കുന്നതിൽ പാതി സാധനങ്ങൾ നമുക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. അതിനകത്തൊന്നുമില്ല. ഇവിടെ കുറേ ഉണങ്ങിയ മരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് വെള്ളവും കൂടെ കൊണ്ട്. സൗത്ത് ഈസ്റ്റ് സോങ് ബേർഡ്സ്. ബാലി മൈന. പക്ഷെ വെള്ള കളറാണ് കേട്ടോ. അതാണ് മൈനകം. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താക്കെ അതെന്തോ സാധനം നടത്തില്ലല്ലോ. കാട്ടുപന്നിയുടെ ഉച്ചയ്ക്ക് മറ്റേ കൊമ്പ് വന്ന പോലെ ഒരു സാധനം. അത് കടുവ. കമ്മോ ഇവിടെ ഏതാണ്ട് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അതിനെ കാണാൻ. കണ്ടോ, ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഐറ്റം. ഇതിങ്ങനെ നടക്കും ഒരു ലക്ഷ്യമില്ലാതെ. എങ്ങോട്ടാന്ന് തമ്പുരാനറിയാം. അങ്ങനെ ഒന്നും കാണാതെ ഞങ്ങൾ കുറേ ദൂരം നടന്നു. കുറേ ബോർഡ് മാത്രം കണ്ടില്ല പൊന്ന. ഇവിടെ ഏതാണ്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ പരിപാടിയൊക്കെ കണ്ടിട്ട്. ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ബോട്ട് റൈഡാണല്ലോ. അതുകൊണ്ട് അതുണ്ടോ പൊന്ന. അതിൽ വെള്ളത്തിൽ സാധനം കിടന്ന് കറങ്ങുന്നുണ്ടോ? പുള്ളി പോലത്തെ കണ്ടോ? അതിൽ കയറ് കെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സൊന്നട്ടെ. ഇങ്ങനെ പാസ് ചെയ്ത് പോയി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ കണ്ട ഒരു ബീച്ച് പോലത്തെ ഒരു സെറ്റപ്പിൽ
ബോട്ടൊക്കെ കയറ്റി വെച്ചേക്കുന്നു. അവിടെ കുറേ ഷാക്ക് പോലെ സംഭവങ്ങളുണ്ട്. അതുവഴി ഒരു ബോട്ട് പോകുന്നുണ്ട്. അത് ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഒരു പുള്ളി പോലത്തെ സാധനത്തേൽ വലിക്കുന്നൊരു സാധനം കേട്ടോ.